നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ചീസി ആൻഡ് സ്പൈസി ഷ്രിംപ് കേക്ക്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഷ്രിംപ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 പൗണ്ട്, ചീസ് ഷ്രെഡ് ചെയ്ത മൊസറേല ചീസ് 1.5 കപ്പ്, പാഴ്സലി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, മുട്ട 1 വലുത്, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് 2 തണ്ട്, മയണൈസ് 1/4 കപ്പ്, പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 ടേബിൾ സ്പൂൺ, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 എണ്ണം, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലവർ 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കോക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 പൗണ്ട് ഷ്രിംപ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഫ്രഷ് പാഴ്സലി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 സവോള, 1.5 കപ്പ് ചീസ്, 1 മുട്ട, 1/4 കപ്പ് മയണൈസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിന്നിവിടെ കറിവേപ്പിലയും ഫ്രഷ് പാഴ്സലിയും എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരണം. ഇതിപ്പോൾ നല്ലതുപോലെ ക്രീമി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ബാറ്ററിൽ നിന്നും 1 സ്പൂൺ ബാറ്റർ എടുത്ത് ഫ്രൈങ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഷ്രിംപ് കേക്ക് ഒത്തിരി തിക്കായി പോകരുത്. ഒരു 1/2 ഇഞ്ച് തിക്നെസ് മതി. ഇതിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഓരോ സൈഡും മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഞാനിന്നിവിടെ ഏകദേശം 3 മിനിറ്റാണ് ഒരു സൈഡ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. 2 സൈഡും കുക്ക് ചെയ്യാൻ 6 മിനിറ്റാണ് ടോട്ടലായിട്ട് എടുത്തത്. നമുക്കിത് ഫ്രൈങ് പാനിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എണ്ണ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചീസി ഷ്രിംപ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ അടിപൊളി ചീസി ആൻഡ് സ്പൈസി ഷ്രിംപ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.